നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സാഹിത്യ പങ്ക്തിയിൽ ഞാൻ ഒരു സന്ദേശമാണ് തരുന്നത്. ഇന്ന് മദേഴ്സ് ഡേ ആണത്രേ. എൻ്റെ മകൾ മദേഴ്സ് ഡേ ആയിട്ട് എനിക്കൊരു പുതിയ സെറ്റ് മുണ്ട് സമ്മാനിച്ചു. ഞാനുടുത്തിരിക്കുന്നത് ആ മുണ്ട. പിന്നെ അതിൻ്റെ കൂടെ ഒരു സന്ദേശം കൂടെ. ആ സന്ദേശം, മാതൃസന്ദേശം, അതുകൂടെ ഞാനൊന്ന് വായിക്കാം. എനിക്ക് വളരെ ഉള്ളിൽ തട്ടുന്നത് പോലെ തോന്നി. ഇത്രയും ഇതുപോലെ വിചാരങ്ങളുള്ള മക്കൾ ഉണ്ടാകുന്നതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അവളുടെ സന്ദേശം കേൾക്കും. ഞാൻ ഉദരത്തിൽ വളരാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ തല ചുറ്റി വീണു. മുഖം മുറിഞ്ഞിട്ടും എൻ്റെ അമ്മ ആഹ്ലാദിച്ചത്. പിന്നീട് ഞാൻ മാസങ്ങളോളം വയറ്റിൽ കിടന്ന് കൈകൊണ്ട് അമ്മയെ നല്ല അടിയടിച്ചിട്ടുണ്ട്. കാലുകൊണ്ട് ഞാൻ ഒരുപാട് ചവിട്ടിയിട്ടുണ്ട്. തല കൊണ്ട് ഞാൻ ഇടിച്ച് തകർത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ടും എന്തേ ഇത്രയൊക്കെ അമ്മയെ ഉപദ്രവിച്ചിട്ട് എന്നിട്ടും എന്തേ ഞാൻ ജനിച്ചു വീണപ്പോൾ തലയിൽ തഴുകി, നെറ്റിയിൽ ചുംബിച്ചു, പാദങ്ങൾ തഴുകി കാലിനടിയിൽ ചുംബിച്ചു, കൈകൾ തലോടി എൻ്റെ കൈവെള്ളയിലും അമ്മ ചുംബിച്ചല്ലോ. ഞാൻ ജനിക്കുമ്പോൾ അമ്മയ്ക്ക് മരണവേദന നൽകിയാണ് പുറത്തു വന്നത്. എന്നിട്ടും എന്തേ ഞാൻ മാത്രം കരഞ്ഞു? ഞാനല്ലേ കരഞ്ഞത്, പക്ഷെ വേദന സഹിച്ചതോ ഇത് അമ്മയല്ലേ. അമ്മയ്ക്ക് നല്ല ചിരിയായിരുന്നു അല്ലേ. ഞാൻ കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടും എന്തേ എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ എൻ്റെ കൂട്ടായി എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് അമ്മയും കാവൽ നിന്നു. ലോകത്തെ കഠിനമായ വേദന ഞാൻ നൽകിയിട്ടും ഞാനൊന്ന് വീണ് കാൽമുട്ട് ചെറുതായൊന്ന് മുറിഞ്ഞപ്പോഴേക്കും എങ്ങനെയാണ് എന്നേക്കാൾ കൂടുതൽ വേദന അമ്മയ്ക്ക് അനുഭവപ്പെട്ടത്? എങ്ങനെയാണ് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അമ്മയ്ക്കും വിശപ്പില്ലാതിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ഉറങ്ങാതിരുന്നാൽ അമ്മയ്ക്ക് ഉറക്കം വരാതിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ യാത്ര പോയാൽ അമ്മയുടെ മനസ്സും എൻ്റെ കൂടെ വണ്ടി കയറുന്നത്? എങ്ങനെയാണ് എൻ്റെ മുഖം വാടിയാൽ അമ്മയുടെ ഹൃദയം മുറിയുന്നത്? പറയൂ അമ്മേ, എങ്ങനെയാണിതൊക്കെ സംഭവിക്കുന്നതെന്ന്? സ്നേഹവും ക്ഷമയും ഇത്രമാത്രം അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അമ്മയുടെ കാലിനടിയിലല്ലാതെ എവിടെയാ പിന്നെ സ്വർഗമുണ്ടാവുക? അമ്മയുടെ കാലിനടിയിൽ, അവിടെയല്ലേ സ്വർഗം മറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ മടിയിലല്ലാതെ പിന്നെ എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? എവിടെയും ഇതെല്ലാം അമ്മയിലല്ലാതെ, അമ്മയുടെ കളങ്കമില്ലാത്ത സ്നേഹത്തിനിടയിൽ അല്ലാതെ മറ്റെവിടെ കാണാൻ കഴിയും? ഇക്കൂട്ടത്തിൽ കടലോളം ക്ഷമിക്കുന്ന അച്ഛനെ മറക്കല്ലേ. ഇതിനിടയിൽ കടലോളം ക്ഷമിക്കുന്ന അച്ഛനെ മറക്കല്ലേ. എല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മരിക്കരുത്. എനിക്ക് ഈ സന്ദേശം വായിച്ചപ്പോൾ വളരെ അഭിമാനം തോന്നി. എൻ്റെ മകളുടെ ഉള്ളിൽ ഇത്രമാത്രമൊക്കെ ഉള്ള ചിന്തകൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടോ എന്ന്.
ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി, നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ അമ്മയെയോ ഒക്കെ അറിയിക്കും. നമ്മൾക്ക് പ്രായമായിട്ടുള്ളവർക്ക് ഇപ്പോൾ അമ്മ ഇപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്നും എൻ്റെ അമ്മയെ കാണാറുണ്ട്, ഓർക്കാറുണ്ട്. എൻ്റെ ഒരു വിശ്വാസം, മരണം എന്ന് പറയുന്നത് 2 തരത്തിലാണ്, മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഫിസിക്കലി അമ്മ പോയി, ശരി. മെൻ്റലി എൻ്റെ മനസ്സിൽ നിന്ന് അമ്മ മാഞ്ഞു പോകുമോ? നോ, ഇല്ല. ഞാൻ ഈ സന്ദേശം പരലോകത്ത് വിശ്രമജീവിതം നയിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അയക്കുന്നു. എൻ്റെ മകൾ എനിക്ക് തന്ന സന്ദേശം അമ്മയ്ക്ക് ഞാൻ അയക്കുന്നു. സ്നേഹത്തോടെ ഈ മാതൃദിനത്തിൽ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. നിങ്ങളുടെ സ്വന്തം മാലതി ചേച്ചി. നന്ദി.